ഹലോ, ആ ഉഷയാണോ? സെയിം ടു യു. സുനിലോ? ഇപ്പൊ വിളിക്കാം. മോനെ, മോനെ സുനിൽ, എന്തൊരോർക്കാ മോനെ ഇത്? ദേ ഉഷ ലൈനിൽ നിൽക്കുന്നു. മമ്മിയാണ് മോനെ നെനപ്പിക്കുന്നത്. ജാനുവരി 1 അല്ലേ? ഹലോ, സുനിൽ സ്പീക്കിംഗ്. ആ, സെയിം ടു. ആ, നാളെ മറ്റാകാം. ഓക്കെ. Hello. Premlata here. Oh, what a seductive voice. Sweet. ആരാ സംസാരിക്കുന്നേ? നിന്റെ ശബ്ദമാധുരിക്ക് ഒരു ഗിഫ്റ്റ്, ഒരു വിദൂര ചുംബനം. ഹലോ ഹലോ, കട്ടായടാ. ഒരു മയവും ഇല്ലാതാന്നല്ലോടാ. ഇവളല്ല, ഇവളെക്കാൾ വലിയവൾ വീഴും. പിന്നല്ലേ പാവം പ്രേമലത. ഒന്നുകൂടെ നോക്കടാ. തെറി ഞാൻ തന്നെ കേൾക്കണം അല്ലേ? നീയല്ലേടാ മോനെ ഹീറോ. ഒന്നുകൂടെ നോക്കടാ പായ. നിന്റെ ഒരു വെപ്രാളം. അവളെ നമുക്ക് എത്രയാ നമ്പർ? 67653. ഹലോ. മോളെ, ഇനി വാ. ഹലോ. ഏയ് മോളെ. ഉണ്ടല്ലോ. ഓ, വിളിക്കാം. കൊച്ചമ്മ മേലാത്ത സാവിത്രി കൊച്ചമ്മ വിളിക്കുന്നു. പോരെ. ഹലോ. അയ്യോ സോറി ട്ടോ, ഞാൻ കൊച്ചിന് ചോറ് കൊടുക്കായിരുന്നു. എപ്പോ വന്നു? ആ, കോൾ അടിച്ചു. ആര്? ചേട്ടനോ? ചേട്ടൻ എപ്പോഴും ടൂറിലാണല്ലോ. വല്ലപ്പോഴും ഇവിടെ ഉണ്ടായ ഭാഗ്യം. പിന്നെ മോളുള്ളതുകൊണ്ട് ബോറടി അറിയുന്നില്ല. അവളും കോൺവെന്റിൽ പോയ പിന്നെ വീണ്ടും തനിച്ചായി. രണ്ടുപേരും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് വാ. വെക്കട്ടെ. എന്താടാ പറയണേ? നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയടാ. റെഡി ആയിട്ടിരിക്കാൻ പറ. ഞാനേ അങ്ങോട്ട് വരികയാണ്. നീ റെഡി ആയിരിക്ക. റെഡി എന്ന് പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ സ്വീറ്റിൽ പിറന്ന പോലെ. ഹലോ, ഹോട്ടൽ മെട്രോ. മിസ്റ്റർ ജയകുമാർ ഒന്ന് കണക്ട് ചെയ്യാമോ? പുറത്തു പോയിരിക്കണോ? വന്നാ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയണം. മിസ്സസ് ആണ്.
അത്യാവശ്യ കാര്യമാണ്. യെസ്, ആര്? പിന്നെ എൻഗേജ്ഡ്. ഓ, ഇപ്പൊ വിളിച്ചതും അയാൾ തന്നെയാണെന്ന് ഉറപ്പാണോ? ശരി, നിങ്ങൾ അപ്സെറ്റ് ആകാതെ ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ. ആ, ശരി. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ കാണുമ്പോ മനസ്സിൽ പേടിയാ. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ധൈര്യമായിരിക്കെ. എന്തായാലും പോലീസിന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഒരു നിസ്സാരമായ ഫോൺ കോൾ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തള്ളിക്കളയാവുന്ന ഒരു കേസല്ലിത്. ഒരുപക്ഷെ റേപ്പ് സംഘത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വേലയാകും. കുറച്ചു കാലമായി വളരെ വിദഗ്ധമായ രീതിയിൽ അവർ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് എന്താ ജോലി എന്ന് പറഞ്ഞത്? ഗ്വാളിയറിന്റെ മാർക്കറ്റിംഗ് മാനേജറാ. കൂടുതൽ സമയം ടൂറിലായിരിക്കും. കോള് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഒരല്പം വിഷമമുള്ളതാണ്, എങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഫോൺ വരുമ്പോൾ കുറേ നേരം അയാളെ സംസാരിക്കാൻ അനുവദിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഫോൺ താഴെ വെക്കാതിരിക്കുക. അയാൾ എന്ത് വേണമെങ്കിൽ പറയട്ടെ, കാര്യമാക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് അയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുകയും വേണം. എങ്കിലേ അയാൾ വീണ്ടും വിളിക്കൂ. ഓരോ തവണ വിളിക്കുമ്പോഴും ഫോൺ എടുക്കണം, സംസാരിക്കുകയും വേണം. പിന്നെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമായി. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ജോലി എളുപ്പമാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ആ, മോളല്ലേ? എന്താ മോടെ പേര്? ഇന്ദു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മെഡിക്ക്. വരട്ടെ. ആ, മോൾ എടുക്കണ്ട. ആ, ഫോൺ എടുക്ക്. എന്റെ കരളിന്റെ കുളിരെ, നീയൊരു പ്രണയ മന്ദാര സിന്ദൂര പുഷ്പമാണ്. നീയില്ലാത്ത ജീവിതം എനിക്ക് സഹാറ മരുഭൂമി പോലെയാണ്. പ്രാണനാഥേ, നിന്റെ നഗ്നമേനിയുടെ വടിവുകളും തുടിപ്പുകളും സ്വപ്നം കണ്ട് എത്രയെത്ര രാത്രികളാണെന്നോ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുള്ളത്. നീ എന്റെ പ്രേമം അറിയാത്തത് എന്താണ് പ്രിയേ? നീ എന്റെ... അവൾ ഫോൺ കട്ടിയിട്ടില്ലടാ. എന്റെ സാഹിത്യം അവൾക്ക് സൂഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ചങ്ങമ്പുഴയുടെ രമണനാണ്. ഷേക്സ്പിയറിന്റെ റോമിയോ ആണ്. ഒമർ ഖയാമിന്റെ അരുമ ശിഷ്യനാണ്. ഇതാ പെട്ടെന്ന് മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്ക്. കമോൺ. എല്ലാ വാതിലുകളും ചവിട്ടി തുറന്ന് ഇന്ന് രാത്രി ഞാൻ വരും. ആ പട്ടുമെത്ത എനിക്ക് വേണ്ടി അലങ്കരിക്കൂ. കേട്ടോ? കേട്ടോ? എന്താ കേട്ടില്ലടാ? She called me darling. I am happy than all. She called me darling.
ഇവന് ഇവിടെ എല്ലാം തോന്നില്ലടാ. അല്ല, അവന് പ്രേമലതയെ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേടാ അവള് വീഴുവെന്ന്. കാര്യമൊക്കെ ശരി, ഒത്ത 50-50. ഈ ഫോണിൽ സംസാരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതേ പിന്നൊരു കാര്യം, കളിക്കണമൊക്കെ ശരി, അവൾ ഏതാ പാർട്ടിന്ന് ആർക്കറിയാം? വല്ല ഐജിയുടെ മറ്റോ ഭാര്യയാണാവോ? അവരെങ്ങാനും ഫോൺ ട്രേസ് ചെയ്താൽ കഴിഞ്ഞില്ലേ? ഏതായാലും നമുക്കിനി വീട്ടിൽ നിന്ന് ഫോൺ വേണ്ട. തന്നെയുമല്ല, ഡാഡി മമ്മി എങ്ങാനും പറഞ്ഞ അതും കുഴപ്പ. അവര് വരുന്നവരെ ഈ കളിയൊക്കെ അവിടെ പറ്റൂ. അതൊക്കെ പിന്നെ അവളെ ഒന്ന് കാണാൻ എന്താ വഴി? അഡ്രസ് അല്ലടാ കയ്യിലിരിക്കുന്നേ, തേടി പിടിക്കുക തന്നെ. വീട്ടിൽ പോകുന്നത് ഞാനില്ല, പോകുന്നിടങ്ങ് പോയിച്ചാ മതി. അവനെ ആരാണ്ട് വിളിച്ച മാതിരി നീ വരണ്ട. അല്ലേ പിന്നെ വരാൻ പോകുന്നു. വീട് കണ്ടുപിടിച്ചു, പക്ഷെ പെണ്ണവിടെ? നീ ഒന്ന് അടങ്ങടാ, ലക്കുണ്ടെങ്കിൽ വരാതിരിക്കില്ല. അവർ സ്കൂൾ വാൻ വരുന്നു. വല്ല കിളവിയായിട്ടാണ് 5-6 പിള്ളേരെയും പറ്റി. നീ ക്ഷമിക്കണം. നമ്മൾ ചുമ്മാ ചേടാ, കുട്ടികളുണ്ടെന്നും വെച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. ആള് കാണാൻ കൊള്ളാമോ? എങ്കിൽ നോക്കിക്കോ. ഇവനോടല്ലേ ഈ പറയുന്നത്? നല്ല ഐശ്വര്യമുള്ള A1. നിന്നോട് എന്തിനാ ഇതൊക്കെ ഈ പറയുന്നത്? ഒന്ന് പറയടാ. ഡേ, ഒന്ന് മിണ്ടായിരടാ. അതല്ലടാ, ഈ ഫാമിലി പാർട്ടി ആകുമ്പോഴേ യാതൊരു പ്രശ്നവുമില്ല, സംഗതി സേഫ് അല്ലേ? അല്ല, കുഴപ്പമുണ്ടേലും ഞങ്ങള് നോക്കിക്കോളാവേ. ജോണി, കുഴപ്പമല്ല ഉണ്ടാവോടാ? തുടങ്ങി. ഇവനാണെങ്കിൽ കഞ്ചാവടിക്കുമ്പോഴെങ്കിലും കുറച്ച് ധൈര്യമുണ്ട്, നിനക്ക് അതുമില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. ആ, അന്നപ്പോഴെന്നെ ഡാർലിംഗ് വിളിച്ചതല്ലേ? പിന്നല്ലാതെ. യു ക്യാരി ഓൺ മാൻ. ഇതുപോലെ ഒരു ചാൻസ് വരാനുണ്ടോ?
എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നെ ഒരു 100 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് എടുക്കണ്ടേ? ഞാൻ എങ്ങനെ എടുക്കുന്നായി പറയണേ? 2 ദിവസമായിട്ട് ഫോൺ ബില്ല് കേട്ടാലേ എനിക്ക് ആകെ ടെൻഷനാ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ചേട്ടൻ ഇങ്ങനെ ലോകം ചുറ്റി നടന്നാലോ? ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം അവൻ ഫോൺ ചെയ്തെന്നറിയോ? എന്തൊക്കെ തോന്നിയ അവൻ പറഞ്ഞു കൂട്ടണേ. ഒന്നുമില്ല. ഒരു പീറ ചെറുക്കം വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പേടിച്ചാലോ? അവനൊരു ചുക്കും ചെയ്യില്ലെന്നേ. ചേട്ടൻ അതും പറഞ്ഞങ്ങ് പോയാ മതിയല്ലോ. അവൻ എപ്പോഴാ കയറി വരുമെന്ന് എനിക്ക് പേടി. എനിക്ക് പോവാതൊക്കോ മോളെ, എന്റെ ജോലി അത്തരത്തിലായി പോയില്ലേ. ആ നോക്ക്, ഈ ടൗണിലാവുമ്പോഴേ ഇങ്ങനെ പലതും നടന്നിരിക്കട്ടെ. നീയാണെങ്കിൽ ഒരു തനി നാടൻ, എന്താ പറയണത്, ശാരീരിക സൗന്ദര്യമൊന്നോ സന്ധ്യക്ക് വിളക്കും ഒക്കെ എടുത്ത് ദീപം ദീപം എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അവനാ ഫോൺ ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഹലോ, എന്താ അറിയാ? അല്ല, പക്ഷെ ആള് മാറി. വല്ല പോലീസോ മറ്റോ ആണോ? പോലീസ് അവന്റെ ഒരു ഭാവന പോന്ന്. അവരവിടെ കാവലിരിക്കല്ലേ? എടാ, അവിടെ മറ്റേ ആനക്കാരനാവോ? ആ, അവൻ അതിനപ്പുറം. നീ ഒന്നുകൂടെ കറക്കടാ, വല്ല റോങ്ങും വീണായിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഉച്ചയ്ക്ക് വരാം, ഓഫീസിൽ കൊടുത്തേക്ക്. ആരെപ്പോ ഫോൺ ചെയ്ത്? ഹലോ പറഞ്ഞു, കട്ടായി. നിനക്ക് ഫോണെന്ന് പറഞ്ഞാലേ പേടിയായി തുടങ്ങില്ലേ? അവൻ തന്നെ ആയിരിക്കുള്ളത്. ഞാൻ തനിച്ചാണെന്ന് വിചാരിച്ച അവൻ ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത്. ചേട്ടന്റെ ശബ്ദം കേട്ട് വെച്ചതാവും. സാരമില്ലെന്നേ. പോലീസുകാരെന്താ പറഞ്ഞേ? ഇനി അവൻ ഫോൺ ചെയ്യുമ്പോ സംസാരിച്ചോണ്ടേ ഇരിക്കാം അവനോടെ. ആ, ഇനി അവനെന്ന് വിളിക്കട്ടെ, റാസ്കൽ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഈ കുന്താന്റെ അടുത്ത് എവിടെ കൊണ്ട് കളാ, അല്ലെങ്കിൽ ഈ നമ്പർ ഒന്ന് മാറ്റ്. അതും അല്ലെങ്കിൽ ചേട്ടന്റെ പേരിലാക്ക്. ഒന്ന് പേടിക്കാതെ മോളെ. അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ എന്നെയും കൊണ്ടുപോ. എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ. അപ്പൊ മോളോ? ഒന്ന് ബേജാറാകാതെ എന്റെ ശ്രീമതി. ഒരു സിമ്പിൾ ഫോൺ കോൾ അല്ലേ പ്രശ്നം? അതെ അതെ, ഫോൺ കോൾ തന്നെയാ. അവനതീ പറയുന്ന ചേട്ടനൊന്ന് കേൾക്കണം. അവനെ നമ്മൾ പിടിക്കുന്നു. എന്താ പോരെ? അവൻ തന്നെയാ. ചേട്ടൻ അങ്ങോട്ട് എന്ന് 2 കോടി അതോടെ അവൻ നിർത്തണം. ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ DYSP ആണ്. അല്ല, ഫോൺ എടുത്ത ഉടനെ തെറിവിളിയാണോ? സോറി സാർ. അതെ, ഞാൻ ലതയുടെ ഹസ്ബൻഡാണ്. അതെ, തെറ്റിദ്ധരിക്കരുത് സാർ. പോലീസ് ഓഫീസർ. അതെ സാർ. മിസ്റ്റർ ജയകുമാർ, ഒന്ന് ഇവിടം വരെ വരണമല്ലോ. ആ, ഉടനെ. ശരി സാർ. കോൾ ട്രേസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് കോൺ ടോളറേറ്റ് ഇറ്റ് സാർ. ടോളറേറ്റ് ചെയ്തേ പറ്റൂ. വികാരം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നമുക്ക് അവനെ പിടിക്കേണ്ടത്. നിങ്ങൾ കുറെ കൂടെ ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾ പോലീസുകാരുടെ പലതിനോടുള്ള സമയം ശരിയല്ല സാർ. അല്ലെ പിന്നെ 3 ദിവസമായിട്ട് നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്ത്രം കൊണ്ടേ അവനെ വീഴ്ത്താൻ പറ്റൂ. അതിന് നിങ്ങളുടെ ഭാര്യ കൂടെ സഹകരിക്കണം. ഇനി അവൻ വിളിച്ചാൽ അവനോട് അല്പ സ്നേഹഭാവത്തിൽ സംസാരിക്കാൻ പറയണം. അവരെ തേടി അവൻ വരും. ഇതൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ചെയ്തേ പറ്റൂ. അവനെ എവിടെ വെച്ചെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വരെ പറയാൻ പറയണം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ.